ലഭിച്ച ഉച്ചയ്ക്ക് ശേഷം ലഭിച്ച നിർണായകമായ ലീഡ് എന്ന് പറയുന്നത് ഈ നാലാമത്തെ സിഗ്നലാണ്. ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ നാലാമത്തെ സിഗ്നൽ ലഭിക്കുന്നു. അത് വളരെ സ്ട്രോങ് ആയ ഒരു സിഗ്നലാണ് എന്നത് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും നാവികർക്ക് ഡീപ്പ് ഡൈവ്, സ്കൂബ ഡൈവേഴ്സിന് ഡീപ്പ് ഡൈവ് നടത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നത് തന്നെയാണ് കടുത്ത പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഇനി എന്ത് വേണം എന്ന ആലോചനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സ്പോട്ട് 4-ൽ സ്ട്രോങ് ആയ സിഗ്നൽ ലഭിക്കുമ്പോൾ അവിടെ തന്നെ പരിശോധന നടത്തണം എന്നതിലേക്ക് ദൗത്യസംഘം എത്തുന്നു. പക്ഷേ ഈ അടിയൊഴുക്ക് കുറയുന്നതേയില്ല. അത് ഡൈവേഴ്സിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. നാവികസേനയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ അത് ആ മൺതിട്ടയുടേതാണ്. ഈ മൺതിട്ടയ്ക്ക് സമീപമാണ് ഏറ്റവും സ്ട്രോങ് ആയ നാലാമത്തെ സ്പോട്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൺതിട്ട അവിടെ ഉണ്ടായിരുന്നതല്ല. ഈ മണ്ണിടിച്ചിലിനു ശേഷം ഗംഗാവലി പുഴയിൽ രൂപപ്പെട്ട ഒരു ദ്വീപ് പോലെ തോന്നിക്കുന്ന ഭാഗമാണത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവിടെ പാറക്കഷ്ണങ്ങൾ കൂടിക്കിടപ്പുണ്ട്, മണ്ണിങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതിനിടയിൽ മരക്കഷ്ണങ്ങൾ, തടിക്കഷ്ണങ്ങൾ അതിൽ ഉണ്ടായിരിക്കാം. അത്തരത്തിൽ ഈ ഡെബ്രിസ്, മണ്ണിടിച്ചിലിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ അടിഞ്ഞുകൂടി രൂപപ്പെട്ടതാണ് ഈ ദ്വീപ്. സ്വാഭാവികമായി ആ പുഴയിൽ ഉണ്ടായിരുന്നതല്ല. ഈ മൺതിട്ട എന്ന് പറയുന്നത് മണ്ണിടിച്ചിലിന്, ഈ ശക്തമായ 3 മണ്ണിടിച്ചിലിന് പിന്നാലെ ഉണ്ടായതാണ് ഈ മൺതിട്ട. ആ മൺതിട്ടയ്ക്ക് സമീപമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ നാലാമത്തെ ശക്തമായ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എന്നത് ഏറെ നിർണായകമാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ തന്നെ അത് റിപ്പോർട്ടറിനോട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ശക്തമായ സിഗ്നലാണ്. അതുകൊണ്ട് തന്നെ പുഴയിൽ വീണ്ടും തിരച്ചിൽ നടത്താൻ പോവുകയാണ് സ്കൂബ ഡൈവേഴ്സ്. അവർ ഇപ്പോൾ മൺകൂനയിൽ എത്തിയിരിക്കുന്നു പരിശോധന നടത്തുന്നതിന് വേണ്ടി എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ദൗത്യം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊരു ആലോചനയാണ് അവിടെ നടക്കുന്നത്. ഈ ഇന്നലെ ലഭിച്ച സിഗ്നലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നൊരു സിഗ്നൽ ലഭിക്കുമ്പോൾ, ഉച്ചയ്ക്ക് ശേഷം ഒരു പുതിയ സിഗ്നൽ ലഭിക്കുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നു. നിർണായകമായ സിഗ്നൽ, അത് ഏറ്റവും സ്ട്രോങ് ആയ സിഗ്നൽ എന്ന് തന്നെ ഈ ദൗത്യസംഘം പറയുകയും ചെയ്യുന്നു. ഇനി എന്ത് വേണമെന്ന ആലോചനയാണ്. തിരച്ചിലിലെ ഏറ്റവും പുതിയ ലീഡ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഈ മൺതിട്ടയാണ് എന്നതുകൊണ്ട് തന്നെ അത് പലതരത്തിലാകാം. ഒരു പക്ഷേ ഈ ലോറിയുടെ ക്യാബിനാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോറിയുടെ ഏതെങ്കിലും ഭാഗമാണെങ്കിൽ അത് ഈ മൺതിട്ടയ്ക്ക് ഉള്ളിൽ കുടുങ്ങി പോയിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ഒരു സാധ്യത. അതായത് ഈ ലോറിയുടെ ഭാഗം വീണ് അതിനു മുകളിൽ ഈ അവശിഷ്ടങ്ങൾ വീണ്ടും ഉണ്ടായ മണ്ണിടിച്ചിലിൽ വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ മൺതിട്ടയ്ക്ക് ഉള്ളിൽ ഇത് കുടുങ്ങി പോയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ ഈ മൺതിട്ടയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വെള്ളത്തിൽ കിടപ്പുണ്ടാകാം എന്ന 2 സാധ്യതകളാണുള്ളത്. ഇത് രണ്ടും പരിശോധിച്ചുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ച് കുറച്ചുകൂടി വ്യക്തമായ ഒരു സിഗ്നൽ ലഭിക്കുന്നതിനും വ്യക്തമായ വിവരം ലഭിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പരിശോധനയാകും നടത്തുക. ഇന്നലെ തന്നെ ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിലൊരു സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിശോധന എന്ന് പറയുന്നത് തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. അതായത് മനുഷ്യ സാന്നിധ്യം, ശരീര സാന്നിധ്യം, ബോഡി ഹീറ്റ് ഉണ്ടോ എന്നത് സംബന്ധിച്ചൊരു പരിശോധന നടത്തുകയാണ്. ഇന്നലെ നിർഭാഗ്യവശാൽ കണ്ടെത്തിയ 3 സ്പോട്ടുകളിൽ 2ഇടത്താണ് ദൗത്യസംഘത്തിന് പരിശോധന നടത്താനായത്. അതിൽ 2ലും ഇത്തരത്തിലൊരു മനുഷ്യ സാന്നിധ്യം, ബോഡി ഹീറ്റ് കണ്ടെത്താനായില്ല. രണ്ടാമത്തെ ഇടത്ത് പരിശോധന നടത്തുന്ന സമയത്താണ് ശക്തമായ മഴ പെയ്ത് ഡ്രോൺ പിൻവലിക്കേണ്ടി വന്നത്. പിന്നീട് 3ാമത്തെ സിഗ്നലുള്ളിടത്ത് പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ വീണ്ടും ഈ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമ്പോഴാണ് പ്രദേശവാസി ഇത്തരത്തിലൊരു വാഹനം ഈ മൺതിട്ടയ്ക്ക് സമീപം മുങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ടെന്ന ഒരു സൂചന നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്ത് ഡ്രോൺ ഉപയോഗിച്ച് ഇന്ന് വീണ്ടും പരിശോധന നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഏറ്റവും സ്ട്രോങ് ആയ ഒരു സിഗ്നൽ ലഭിച്ചത്. അത് 4ാമത്തെ സിഗ്നലാണ്. നേരത്തെ കണ്ടെത്തിയ 3 ഇടങ്ങളിലല്ല, പുതിയൊരു സ്പോട്ടിൽ 4ാമത്തെ സ്പോട്ടിലാണ് ഈ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡൈവിങ്ങിനുള്ള ശ്രമമാണ് നേവി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്.